ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച അയലക്കറിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ചേർക്കാം. പിന്നെ അതിലേക്ക് മുഴുവനായിട്ടുള്ള മല്ലിയാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയുള്ളി, കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയും ചേർത്തിട്ട് നല്ല ബ്രൗൺ ആക്കാം. നമുക്ക് ആ ബ്രൗൺ ആയതിന് ശേഷം പൊടികളെല്ലാം നമുക്ക് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി അത് നമുക്ക് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ലവണ്ണം ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നല്ലൊരു ഫൈൻ പേസ്റ്റാക്കി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് ഗ്രേവി എല്ലാം ഒഴിച്ച് നീട്ടിയെടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് വേണം അത് എടുക്കാനായിട്ട്, നീട്ടിയെടുക്കാനായിട്ട്. കുറച്ച് കുടംപുളി ചേർക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ഇത്രയും ചേർത്ത് ഗ്രേവി നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ മീനെല്ലാം നമ്മൾ അതിലേക്ക് ഇടാവുള്ളൂ. ഇപ്പോൾ ഗ്രേവി എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ മീനെല്ലാം എടുത്തിട്ട് ഗ്രേവിയിലേക്ക് ഇടുകയാണ്. മീൻ ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് മീൻ വേവിച്ചാൽ മതിയാവും. അപ്പോഴേക്കും ചാറെല്ലാം കുറുകി നല്ല വറ്റി വരും. ഇപ്പോൾ കറിയെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് താളിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കടുക്, ഉലുവ, കറിവേപ്പില, റെഡ് ചില്ലി ഇത്രയും ചേർത്തിട്ട് പിന്നെ അതിലേക്ക് ഉള്ളി കൂടി ചേർക്കണം കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞ്. അതെല്ലാം ബ്രൗൺ ആയിട്ട് വരുമ്പോഴേക്കും തീ ഓഫ് ചെയ്തിട്ട് അതിന് ശേഷം മാത്രം കുറച്ച് മുളക് പൊടി ചേർക്കുക. മുളക് പൊടിയും കൂടി ചേർത്തിട്ട് കറിയിലേക്ക് താളിച്ചിടുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അയലക്കറിയാണ് കേട്ടോ.